ഡേ 2 ഇൻ കൊച്ചി സ്റ്റാർട്ടഡ് വിത്ത് എ ടെമ്പിൾ വിസിറ്റ്. ഇത് കൂത്താട്ടുകുളത്തുള്ള ഒരു ദേവീക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു പകുതി ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. പോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊന്ന് കാണുന്നത്. ഈ വീഡിയോസൊക്കെ കണ്ടെന്നല്ലാതെ നേരിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊന്നും കയറാനേ പറ്റിയില്ല. നമ്മൾ കൊച്ചിയിൽ വാട്ടർ മെട്രോ കാണാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 11 കാലമായിട്ടുണ്ട്. തലവേദന തുടങ്ങിയിട്ടുണ്ട്. എന്താവുമെന്നറിയില്ല. മൈഗ്രെയിൻ ഉള്ളവർക്ക് മനസ്സിലാവും തലവേദനക്കാരുടെ പ്രശ്നം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം വാട്ടർ മെട്രോ. അപ്പോൾ പാർക്കിംഗ് ഫീ വന്നിട്ട് 2 hours അല്ല, പാർക്കിംഗ് ഫീ വന്ന് 50 rupees. മൊത്തം 2 hour ട്രാവലിംഗ് ആണെന്നാണ് പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ആ നീല വര കാണുന്ന സാധനമാണ് ഇത്ര വാട്ടർ മെട്രോ. അപ്പം ഇനി അവിടെ പോയി അതിൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മളിവിടെ കയറി വരുമ്പം തന്നെ ഓരോ ബോട്ടല്ലല്ലോ കപ്പലല്ലേ, കപ്പലിലുള്ള ആൾക്കാർ വന്നിട്ട് അവരുടെ കയ്യിൽ കയറാമെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ ഞങ്ങൾ വാട്ടർ മെട്രോ കാണാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ വാട്ടർ മെട്രോയിലേക്ക് കയറിയിട്ട് പോയി ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് എടുത്തു. 11:30 ഫോർട്ട് കൊച്ചിയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒരാൾക്ക് 50 rupees ആണ്. ഓക്കെ, അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്പീഡ് പോകുന്നതാണ് വലിയ കുഴപ്പമില്ല. അവിടെ വേറൊരു 2 ബോട്ട് പോകുന്നു. വാട്ടർ മെട്രോയിൽ കയറിയിട്ട് ഫുൾ വാള് വെക്കും അങ്ങനെയൊക്കെ ഒരു എക്സ്പെക്റ്റേഷനിലാണ് കയറിയത്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, സ്മൂത്തായിരുന്നു. ഒന്നും നമ്മളങ്ങനെ അറിയുന്നില്ല. ആകെ ജസ്റ്റ് ഈ വേവ്സൊക്കെ വരുമ്പം ചില സമയത്ത് നന്നായി കുലുങ്ങും. അത് റെയറാണ്. ആ ഒരു സമയത്ത് മാത്രമേ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടോ ഛർദ്ദിക്കാൻ വരുന്നൊരു ഫീൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ മെട്രോ ഇറങ്ങി ഫോർട്ട് കൊച്ചി എത്തി. ഫോർട്ട് കൊച്ചിയിൽ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ടി വിയിൽ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് കണ്ടു നോക്കാം, എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല കുറേ കണ്ടൻറ് അല്ല, അങ്ങനത്തെ ആ ലെവലൊന്നും ആയിട്ടില്ലല്ലോ. കുറേ സംഭവങ്ങൾ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. വഴിയിലൊക്കെ എന്തെങ്കിലും ഒരു അപകടം പറ്റി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കംപ്ലീറ്റ് മൂഡ് പോകും. അപ്പോൾ അവിടെ അങ്ങനെ ഒന്നിനെ കണ്ടായിരുന്നു. പക്ഷെ അത് ഇഞ്ചേർഡ് അല്ല, പക്ഷെ എനിക്കതിനെ കണ്ടപ്പോൾ എന്ത് ഭയങ്കര വിഷമം വന്നു. പക്ഷെ എൻ്റെ കംപ്ലീറ്റ് ഇന്ന് ഇവിടെ എൻജോയ് ചെയ്യാനുള്ള മൂഡ് അങ്ങ് പോയി. വാ ഇതാ കാണുന്ന ഭാഗം കണ്ടു. ഇവിടെയാണ് വലിയ വലിയ കപ്പലുകളൊക്കെ വന്ന് അതിൽ കണ്ടെയ്നേഴ്സൊക്കെ ഇറക്കുന്നതും കയറ്റുന്നതും ഒക്കെ. ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. ഇതിനൊക്കെ വലുതാണ് തിരുവനന്തപുരത്ത് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വരുമ്പോൾ കണ്ട നാഷണൽ ഹൈവേ ഒക്കെ അടിപൊളിയാക്കുന്നില്ലേ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. തിരിച്ചു വരുമ്പോഴാണ് ഈ ഹൈറ്റുള്ള ബിൽഡിങ്സൊക്കെ കണ്ടത്. പോകുമ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ് ഞാൻ വേറെ കണ്ടില്ല. ഇത് ഇപ്പം ഫ്ലാറ്റാണോ അല്ലെ വേറെ എന്തെങ്കിലും ബിൽഡിംഗ് ആണോ എന്ന് ആർക്കറിയാം. ഈ കാണുന്നതാണ് ഞങ്ങൾ വന്ന ബോട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം. കുഴപ്പമില്ല, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചിങ്ങനെ ആ വേവ്സിൽ തുള്ളിക്കളിച്ച പ്രശ്നമേ ഉള്ളൂ, വേറെ കുഴപ്പമില്ല.